ഡൽഹിയിലെ തിരക്കേറിയ ഒരു വഴിയിലൂടെയുള്ള യാത്രയാണ്. ഡൽഹിയുടെ ഹൃദയഭാഗത്തൊരു അത്ഭുത ലോകമുണ്ട്. ഡൽഹിയിലെ നഗര തിരക്കുകളിൽ നിന്നും മാറി ശാന്തി തേടിപ്പോകാൻ കഴിയുന്ന ഒരിടം. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്ഷർധാം ടെമ്പിൾ ദർശനമാണ് ഇന്നത്തെ ലക്ഷ്യം. ഡൽഹിയിലെ നല്ല തിരക്കേറിയ വഴികളിലൂടെ, നല്ല മനോഹരമായ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാം. ആ കാഴ്ചകൾ നമുക്ക് കാണാം. യമുന നദിക്ക് സമാന്തരമായുള്ളൊരു വഴിയാണ് പോകുന്നത്. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. ആധുനികമായ പാലങ്ങളുടെ നിർമ്മിതിയും വൻ കെട്ടിടങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും നഗരത്തിൻ്റെ വളർച്ചയും വികസനവും എത്രമാത്രം ഉണ്ടെന്ന്. ഒരു 35 വർഷം മുൻപ് ഞാൻ ഡൽഹി കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. നയനാനന്ദകരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് ഡൽഹിയിലൂടെ യാത്ര ചെയ്യാം. ഇത്രയേറെ തിരക്കുള്ള റോഡിലും എത്രമാത്രം മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടല്ലേ. അവയ്ക്കിടയിലൂടെയുള്ള റോഡ് മാർഗമുള്ള യാത്ര ഒത്തിരി രസമാണ്. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സിന് മാത്രം ഒരു മാർക്കറ്റ് ഉണ്ട്, ഖാരി ബാബുരി. എടുത്തോ. ഇതെല്ലാം പോയി ഇരിക്കാനൊക്കെ അലൗഡാ. ചില സീസണുകളിൽ ഈ കാണുന്ന മരങ്ങളെല്ലാം നല്ല വർണ്ണാഭമാകും. അതൊക്കെ കാണാൻ നല്ല രസമാണ്. ആ സമയത്തൊക്കെ വരുന്നത് ഒന്നുകൂടെ രസമായിരിക്കും. അവയുടെ ഇലകൾക്കെല്ലാം പല വർണ്ണങ്ങളാവും. ഇപ്പോൾ തന്നെ ഇത് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് കണ്ടില്ലേ. ഇത് പ്രഗതി മൈതാൻ ടണലാണ്. 1.6 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ദൈർഘ്യം. അണ്ടർപാസിലൂടെയുള്ള യാത്ര നല്ല രസമാണ്. പ്രഗതി പവർ സ്റ്റേഷനിൽ നിന്നും ഇന്ത്യ ഗേറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ടണൽ റോഡാണിത്. 777 കോടി രൂപ മുടക്കി പണിതിട്ടുള്ള ഒരു റോഡാണ്. 2022 ഇത് പണിതീർന്ന് ഇത് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തത്. സിഗ്നൽ ഫ്രീ ടണലാണിത്. 6 വരിപ്പാത. ഡൽഹിയിലെ പല സിറ്റികളിലേക്കും കണക്ട് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ടണലാണ്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഡൽഹിയിലെ വളരെ മനോഹരമായ ക്ഷേത്രമാണ് സ്വാമി നാരായൺ ക്ഷേത്രം, അല്ലെങ്കിൽ അക്ഷർധാം ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ മനോഹരമായൊരു സായാഹ്നം ചെലവിടാൻ കഴിയുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാമതായിട്ട് നമുക്ക് കാണേണ്ട സ്ഥലമാണെന്ന് പറയാം അക്ഷർധാം. ലെഫ്റ്റിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തിൻ്റെ ദൃശ്യം. ഡൽഹിയിലെ പ്രശസ്തമായ അക്ഷർധാം ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കാം. അക്ഷർധാം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ NH-24 പ്രമുഖ് സ്വാമി മഹാരാജ് മാർഗ് പാണ്ഡവനഗർ എന്ന സ്ഥലത്താണ്. മെട്രോ മാർഗം ഡൽഹി മെട്രോയുടെ ബ്ലൂ ലൈനിൽ യാത്ര ചെയ്താൽ അക്ഷർധാം മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം. വളരെ അടുത്താണ്. നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസം അവിടെ അവധിയാണ്. ക്ഷേത്രം ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ തുറന്നിരിക്കും. 100 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്രം യമുന നദിയുടെ തീരത്താണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6:30 വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയമെന്ന് പറയുന്നത്. ഇടതുവശത്തായിട്ട് കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. ക്ഷേത്ര ഗോപുരവും മറ്റും നമുക്ക് കാണാം. അതിമനോഹരമായ കാഴ്ചകളാണ്. കാറ് കവാടത്തിലേക്ക് എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഡൽഹിയിലെ പ്രമുഖമായ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു. അക്ഷർധാം. ഇതിന് സ്വാമിനാരായണ അക്ഷർധാം എന്നും ഡൽഹി അക്ഷർധാം എന്നും ഒക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഹിന്ദു സംസ്കാരത്തിൻ്റെ 10,000 വർഷത്തെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ആചാരത്തെയും ആത്മീയതയെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണിത്. അക്ഷർധാം എന്നതിൻ്റെ അർത്ഥം തന്നെ ഈശ്വരൻ്റെ വാസസ്ഥലമെന്നാണ്. ആത്മീയ നേതാവായ പ്രമുഖ സ്വാമി മഹാരാജ് ആയിരുന്നു ഇത് നിർമ്മിക്കുന്നതിന് പ്രമുഖമായ പങ്ക് വഹിച്ചത്. ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാണ് ഇന്ന് ഈ ക്ഷേത്രം. ഡൽഹിയിൽ വരുന്ന 70%-ലധികം ടൂറിസ്റ്റുകളും സന്ദർശിക്കുന്ന ക്ഷേത്രമാണ്. 2005 നവംബർ 6-നാണ് ഈ ക്ഷേത്രം തുറന്നു കൊടുത്തത്. സ്വാമിനാരായണൻ്റെ കല്ല് തീർത്ത ശില്പവും ഇന്ത്യ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട അനവധി പ്രദർശനങ്ങളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും.
ക്ഷേത്രത്തിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ക്ഷേത്രത്തിനകത്തേക്ക് മൊബൈൽ ഫോണ് അതുപോലെ ക്യാമറ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും തന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. വൈകുന്നേരമായതുകൊണ്ടാവാൻ നല്ല തിരക്കുള്ള സമയമാണ്. സഹജാനന്ദ് വാട്ടർ ഷോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വളരെ മനോഹരമായൊരു ലൈറ്റ് ആൻഡ് ഷോ ഉണ്ട്. അത് സൂര്യാസ്തമയത്തിന് ശേഷമാണ്. 24 മിനിറ്റ് സമയത്തേക്കുള്ള ഒരു ഷോ ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ സമയത്ത് നല്ല തിരക്കാണ്. ഈ സമയത്ത് ഇവിടെ എത്രമാത്രം ആളുകളുണ്ടെന്ന് അറിയണമെങ്കിൽ ഇവിടുത്തെ പാർക്കിങ്ങിലേക്ക് നോക്കിയാൽ മതി. അതുപോലെ ആളുകൾ വന്നിട്ടുണ്ട്, നല്ല തിരക്കാണ്. ഇവിടെ 6:30-ക്ക് ശേഷമാണ് ലൈറ്റ് ആൻഡ് ഷോ നടക്കുന്നത്. അതുപോലെ 10 മിനിറ്റുള്ള ഒരു ബോട്ട് സവാരി ഇവിടെയുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ മയിലിൻ്റെ ആകൃതിയിലുള്ള ഒരു ബോട്ടാണിത്. പഴയകാല സർവകലാശാലകൾ, ആശുപത്രികൾ, അതുപോലെ ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ യാത്രയിൽ നമുക്ക് അറിയാൻ കഴിയും. ഈ മഹത്തായ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അക്ഷർധാം മന്ദിറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 200-ലധികം മൂർത്തികളാണ് ഇതിനുള്ളിലുള്ളത്. അവർ സഹസ്രാബ്ദങ്ങളായിട്ട് ജീവിച്ചിരുന്ന നിരവധി ആത്മീയ ശക്തികളെ പ്രതിനിധീകരിക്കുന്നു. ഓരോ ആത്മാവും ദിവ്യമാണ് എന്നതാണ് അക്ഷർധാമിൻ്റെ ആത്മീയ ആമുഖം തന്നെ. ഭാരതത്തിൻ്റെ മഹത്തായ കലാമൂല്യങ്ങൾ, സംഭാവനകൾ എന്നിവയിലൂടെയുള്ള ഒരു യാത്രയാണ് അക്ഷർധാം അനുഭവം. ത്രിസന്ധ്യയിലെ മനോഹരമായ കാഴ്ച ക്ഷേത്രവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ത്യയിൽ ഉടനീളമുള്ള പുണ്യനദികളിലെയും അതുപോലെ തടാകങ്ങളിലെയും കുളങ്ങളിലെയും ഒക്കെ ജലം ഉപയോഗിച്ച് ലോക സമാധാനത്തിനായുള്ള നീൽകാന്ത് വർണ്ണി അഭിഷേകം എന്നൊരു പവിത്രമായ ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്. മാനുഷിക മൂല്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ചിത്ര പ്രദർശനങ്ങൾ, റോബോട്ടിക് ഷോകൾ ഒക്കെ ഇവിടെ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അക്ഷർധാമിലെ ഓരോ ഘടകവും ആത്മീയതയെ പ്രതിധ്വനിപ്പിക്കുന്നവയാണ്. ഓരോ പ്രാർത്ഥനയും സ്വയം മെച്ചപ്പെടുത്തുന്നതിനും ദൈവത്തോട് അടുക്കുന്നതിനുമുള്ള ഒരു ആഹ്വാനമാണ് അക്ഷർധാം. മഹത്വമാർന്ന അക്ഷർധാമിൻ്റെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈയിടെയായിരുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.